ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പിന്നെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് സാത്താൻ്റെ ദുരാലോചനയിൽ നമ്മൾ പെട്ടുപോകരുത് എന്നുള്ള ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇന്നും അതേ തുടർന്ന് സാത്താൻ മനുഷ്യനെ എങ്ങനെയാണ് വഞ്ചിക്കുന്നത്, ഏത് രൂപത്തിലൊക്കെ അവൻ വരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യൂദായുടെ മേൽ പോലും സാത്താൻ കയറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിശ്ചയമായും നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ് ഈ സാത്താനെ. അതുകൊണ്ട് നമ്മൾ സാത്താനെ നിസ്സാരനായി കാണാൻ പാടില്ല. അവന് അമിത ബലവും ശക്തിയും ഉണ്ടെന്നും പറയാനും പാടില്ല. അതില്ലാത്തതുകൊണ്ട് തന്നെ അവൻ സർവശക്തനോ സർവജ്ഞാനിയോ സർവവ്യാപിയോ അല്ല. അതുകൊണ്ട് സാത്താനെ ഭയപ്പെടേണ്ട കാര്യവും ഇല്ല എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡിൽ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സാത്താൻ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവനിലുണ്ടാകുന്ന ഭാവഭേദങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നാം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ യേശുവിനെ എതിർപ്പെട്ട് വരുവാനിടയായി. അവൻ വന്ന് യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി. അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്നത് അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവനെ ആര് എങ്ങനെ ബന്ധിച്ചിട്ടും അവൻ കീഴടങ്ങാത്ത ഒരു സ്വഭാവം അവനുണ്ടായിരുന്നു. അവൻ ആരെയും അനുസരിച്ചിരുന്നില്ല. അവൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് പോലും ചങ്ങലയൊക്കെ അവൻ ഉരുമി ഒടിച്ചു കളഞ്ഞു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവൻ പലപ്പോഴും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമായിരുന്നു. തന്നെത്താൻ കല്ലുകൊണ്ട് ഇടിക്കുക, മരിക്കാനായിട്ട് ശ്രമിക്കുക ഇത്യാദി കാര്യങ്ങൾ അവൻ ചെയ്യുമായിരുന്നു. 5-ാമത് അവൻ വസ്ത്രം ധരിക്കുകയില്ലായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 27-ാം വാക്യം വായിക്കുമ്പോൾ അല്പവസ്ത്രം ധരിക്കുന്ന ഒരു അല്ലാതെ അല്പവസ്ത്രവും ഇല്ല. അവൻ്റെ പാർപ്പ് 1 കല്ലറകളിൽ, 2 അവൻ അമിത ബലം, 3 ആരെയും അനുസരിക്കുകയില്ല, 4 ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക, 5 വസ്ത്രം ധരിക്കാതിരിക്കുക. ഇത്രയും പ്രത്യേകതകളാണ് ഈ മനുഷ്യനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇപ്പോൾ മദ്യപിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാം. അവൻ എവിടെയാണ് കിടക്കുന്നതെന്നോ ഏത് സ്ഥലത്താണ് കിടക്കുന്നതെന്നോ അവൻ ഒരിക്കലും മദ്യപിച്ച് ലക്ക് കെട്ടാൽ അറിയാൻ സാധ്യമല്ല. എൻ്റെ കൊച്ചുപ്രായത്തിൽ ഒരാൾ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് വടകൾ വാങ്ങി.
അയാൾ അത് കയ്യിൽ കൊണ്ട് വളരെ കാര്യമായിട്ട് പോയി കുറച്ച് ദൂരം ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മത്ത് അങ്ങ് പിടിച്ചു. രാത്രി സമയമാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറിപ്പോയി. ഈ കയ്യിലിരുന്ന വടയും കൈവിട്ട് പോയി. അദ്ദേഹം അങ്ങനെ അല്പം കൂടെ മുന്നോട്ട് പോയപ്പോൾ എന്തോ ഒരു ഓർമ്മ വന്നു, ഞാൻ കുറച്ച് വട വാങ്ങിച്ചല്ലോ, എവിടെ പോയി, എൻ്റെ വസ്ത്രം എവിടെ പോയി എന്നൊക്കെ അയാൾ ചിന്തിച്ചു. എന്നിട്ട് ആ റോഡ് സൈഡിൽ കിടക്കുന്ന പുല്ലിൻ്റെ അടുത്തൊക്കെ വന്ന് അവിടെയൊക്കെ പുല്ല് പറിച്ച് വട എവിടെ പോയി എന്ന് ചിന്തിച്ച് അയാൾ അവിടെ കിടന്നുള്ള ബഹളമൊക്കെ ഉണ്ടായി. എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു. അയാൾക്ക് അപ്പോൾ ബോധമൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ഒരു ഈ ചൊറിയൻ മാക്രി എന്ന് പറയുന്ന സാധനം, തവള പോലുള്ള ഒരു സാധനം, ഇതിനെ കയറി പിടിച്ചപ്പോൾ അത് കരയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, കരഞ്ഞാലും വിളിച്ചാലും നിന്നെ വിടൂല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്, വാ എന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് പോക്കറ്റിനകത്ത് ഇടാനായിട്ട് ഉള്ള ശ്രമം. ഇതിനെ ഇറുക്കി പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് തോന്നിയത് വടയാണ്, കരഞ്ഞാലും വിളിച്ചാലും വിടൂല്ല, ഞാൻ കാശ് കൊടുത്തതാണ്. ഇതാണ് ഒരു പിശാച് ബാധിച്ചവൻ്റെ ഗുണം അല്ലെങ്കിൽ സ്വഭാവം. അവന് തന്നെ ബോധം ഇല്ലാത്തവനായും എവിടെയാണ് കിടക്കുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും യാതൊരു അറിവുമില്ല. അതാണ്. രണ്ടാമത്, ഭയങ്കരമായ ബലം. ഈ കൊലപാതകം ചെയ്യുന്ന എല്ലാ ആളുകളും മദ്യപിക്കുന്നവരാണ്. മദ്യപിക്കാത്ത ഒരാൾ കൊലപാതകം ചെയ്യുകയില്ല. അപ്പോൾ മദ്യപിച്ച് കഴിയുമ്പോൾ അവന് ബലം കൂടുകയാണ്, അവൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരികയാണ്. ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ കൊലപാതകം ചെയ്യുമായിരുന്നില്ല. ബാറുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ചെന്നിരുന്ന് കിട്ടുന്ന വീര്യമുള്ള മദ്യം വാങ്ങി കുടിച്ച് മനുഷ്യനെ കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ലാത്ത ബലം അവനുണ്ടാകുന്നു. ആ ബലത്തിലാണ്, ആ പൈശാചിക ശക്തിയുടെ ബലത്തിലാണ് അവൻ സഞ്ചരിക്കുന്നത്. അത് കഴിയുമ്പോൾ, ഈ മദ്യപിച്ച് കഴിയുമ്പോൾ അവന് തോന്നുന്നു അവൻ ഭയങ്കര ബലശാലിയാണെന്ന് ചിന്തിച്ച് വല്ലവരുടെയും പുറകിൽ ചെന്ന് കയറി കിട്ടുന്നതൊക്കെ വാങ്ങിച്ചു പിടിച്ച്, ബൈബിളിൽ പറയുന്ന പോലെ, അയ്യോ എനിക്ക് ശരീരത്തിൽ നൊന്തു, ഞാനതറിഞ്ഞില്ല, ആരോ എന്നെ അടിച്ചു, എനിക്കത് അറിഞ്ഞുകൂടാ, ഞാൻ വല്ലാത്ത സ്ഥിതിയിലായിപ്പോയല്ലോ എന്ന് പറയുന്നത്, ഈ മദ്യം ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും അത് രസമായി ഇറക്കുന്നതും നീ നോക്കരുത്, നോക്കിയാൽ അത് സർപ്പം പോലെ കടിക്കും, അണല് പോലെ കൊത്തും. വീട്ടിലൊക്കെ വന്ന് ഭാര്യയെ എടുത്തിട്ട് അടിക്കുകയും ചെയ്യും. ഭാര്യയും മക്കളും കൂടെ അദ്ദേഹത്തിന് ഇടി കൊടുക്കും. ഇതോടുകൂടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനങ്ങ് വ്യത്യാസമുണ്ടാകും. പിന്നെ എവിടെയെങ്കിലും ചെന്ന് കിടക്കും, അവിടെ കിടന്ന് ഛർദ്ദിക്കും, അവിടെ കിടന്ന് ഛർദ്ദിച്ച് അതിൽ തന്നെ കിടന്ന് കുഴയും. പിന്നെ വസ്ത്രം ധരിക്കില്ല. അപ്പോൾ പിന്നെ വസ്ത്രമൊന്നുമില്ല, ധരിക്കില്ല. പിന്നെ കാലത്തെ എണീറ്റ് ബോധം വരുമ്പോൾ ഭാര്യയെടുത്ത് ചെന്ന് മാപ്പ് പറയാം, അയ്യോ ഞാൻ
ഞാൻ നിന്നെ അടിച്ചല്ലേ, ക്ഷമിക്കണം. ഞാൻ ഇവിടെ പാത്രങ്ങളെല്ലാം അടിച്ചുടച്ചോ അല്ലേ, ക്ഷമിക്കണം. പിന്നെ മക്കളുടെ അടുക്കൽ ചെന്ന് മാപ്പ് പറയും. ഇതാണ് ഒരു മദ്യപാനിയുടെ സ്വഭാവമായി മാറുന്നത്. ഇത് മദ്യം കഴിച്ചു കഴിയുമ്പോൾ പിശാച് അവനെ മുതലെടുക്കുവാനിടയായിത്തീരുന്നു. ഇനി ആരെയും അനുസരിക്കില്ല. ഈ മദ്യപിക്കുന്ന അയാൾക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ബലവും ഭയങ്കര ശക്തിയുമാണ്, എന്തിനെ നേരിടാൻ എനിക്ക് തയ്യാറാണ്, ആരെയും കൊല്ലാനും തയ്യാറാണ്, പിന്നെ ആത്മഹത്യ ചെയ്യാനും തയ്യാറാണ്. ഈ പിശാച് ബാധിച്ച മനുഷ്യൻ സ്വയമേ കല്ലുകൊണ്ട് ദേഹത്തിടിച്ച് ഈ സ്വഭാവങ്ങളുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് പിശാച് അവരുടെ ഉള്ളിൽ പോയതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്, അല്ലാതെ അവരുടെ സ്വയം കൊണ്ടല്ല. പിശാച് അവരെ പ്രേരിപ്പിക്കുന്നു, അവരത് ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ആ സമയത്ത് ട്രീറ്റ് ചെയ്യാൻ ഒക്കുകയില്ല. ആ പിശാച് അവിടെ നിന്നും അവനിൽ നിന്നും മാറിയതിന് ശേഷം പറഞ്ഞ് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ ചിലർ മനസ്സിലാക്കുവാണ്ടേയായിത്തീർന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ക്രിസ്മസിന് തന്നെ കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ് ചിലവായത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും വല്ലാതെ മദ്യപിക്കുന്നവരാണെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഓരോ കോളേജിൻ്റെ ചുറ്റും മദ്യക്കുപ്പികളുടെ കൂമ്പാരം ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതെ, നമ്മൾ മക്കളെന്ന് പറഞ്ഞ് അവരെ പോറ്റി പുലർത്തി ഇല്ലാത്ത കാശുണ്ടാക്കി കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ അവരെ കോളേജിലേക്ക് അയക്കുമ്പോൾ അവരെ ചെന്ന് പെടുന്നത് വല്ല പയ്യന്മാരുടെയോ വല്ല പെണ്ണുങ്ങളുടെയോ കൈകളിലും മറ്റുമാണ്. അവിടെ കിടന്ന് അവരെ കുഴഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് നാം കാണുന്നത്. അത് പൈശാചികമായ സാത്താന്യമായ ശക്തിയാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. ആത്മഹത്യയ്ക്ക് ശ്രമിക്കുക, ഏതെങ്കിലും ഒരു പ്രശ്നം മുമ്പ് നടന്നത് ഓർമ്മ വന്നാൽ ആ ഓർമ്മയിൽ തനിയെ ആത്മഹത്യ ചെയ്യുകയോ മറ്റുള്ളവരെ കൊല്ലുകയോ ഒക്കെ ചെയ്യാൻ മടിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഈ സാത്താന്യ ശക്തികൾക്ക്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് മനുഷ്യൻ്റെ സ്വന്തം സ്വഭാവമല്ല. ഇനി അഞ്ചാമത്തെ കാര്യം, ഇവൻ വസ്ത്രം ധരിക്കില്ല. ഇവൻ വസ്ത്രം ധരിക്കുന്നത് ഇഷ്ടമില്ല. ഇന്നത്തെ കാലത്തിൻ്റെ തന്നെ ഒരു വ്യത്യാസമാണ് പ്രിയ ദൈവമക്കളെ. ഇപ്പോൾ ഒരു സ്ത്രീ കൊണ്ട് ഒരു പുരുഷൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുന്നു. ആ സ്ത്രീ ഒരു അല്പവസ്ത്രധാരിയാണ്. അവളുടെ ശരീരം വിറ്റ് കാശുണ്ടാക്കി നല്ല പൈസയൊക്കെയായി. അവൾക്ക് തൊലിയൊക്കെ ഇത്തിരി വെളുത്തിരിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള പൈശാചിക ശക്തിയുള്ള ആളുകൾ അവളെ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒരു കട ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ആ കടയെ സബ്സ്ക്രൈബ് ചെയ്യുന്ന, അതായത് കടയിൽ ഒരു സാധനം വാങ്ങാൻ വരുന്ന ഒരാളെ കൊണ്ടങ്ങ് ഉദ്ഘാടനം ചെയ്യിച്ചാൽ മതി, ഒരു കുഴപ്പവുമില്ല. ഈ ആണുങ്ങളുടെ ഞരമ്പ് രോഗത്തെ മുതലെടുത്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത് ചെയ്യുന്നത്. ഇത് പുരുഷന്മാരൊന്ന് മനസ്സിലാക്കിയാൽ ഈ സ്ത്രീയുടെ ഉള്ളിൽ കാണുന്ന പൈശാചിക ശക്തി എത്രയാണെന്ന് കാണാൻ കഴിയും. ഇപ്പോൾ പള്ളികളിൽ പോലും അല്പവസ്ത്രധാരികളായ
പുരുഷന്മാരെയും സ്ത്രീകളെയും കാണുവാൻ കഴിയുന്നതും. ഇത് പള്ളിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ തികഞ്ഞ ആത്മീയരെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവർ അല്പവസ്ത്രധാരികളായി, സ്തോത്രം, അവർ എന്താണ് അവരെ ഒന്ന് പ്രദർശിപ്പിക്കാനായിട്ട് ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് സാത്താൻ ഉള്ളിൽ കടക്കുമ്പോൾ ഇത്യാദി കാര്യങ്ങൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിലും കുറച്ച് കാലത്തേക്ക് മുമ്പേ, എൻ്റെ ചെറുപ്രായത്തിലില്ല, അതിനും അല്പം മുമ്പ് മാറുമറയ്ക്കൽ സമരം ഉണ്ടായിരുന്നു. ഇവിടെ കുളച്ചലിലും കന്യാകുമാരിയിലും തൂത്തുക്കുടിയിലുമൊക്കെ അതിന് വേണ്ടി സമരം ചെയ്ത ആളുകളെ ഇവിടുത്തെ മേൽജാതിക്കാർ അടിച്ചൊതുക്കി വലിയ പ്രക്ഷോഭണങ്ങളാണ് അന്ന് നടന്നത്. അന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മാറുമറയ്ക്കൽ, അവർക്ക് ശരീരം മറച്ച് പോകണം, അതിനു വേണ്ടി അവർ സമരം ചെയ്തു. ആ സമരത്തിൽ ഇവിടുത്തെ മേൽജാതിക്കാർ അവരെ അടിച്ചമർത്തുവാനിടയായിത്തീർന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. ഇന്ന് അല്പം വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകുവാനാണ് ആളുകൾക്ക് താല്പര്യം എന്ന് തോന്നുന്നു. ഇത് വലിയ അപകടമുണ്ടാക്കുന്നു. എന്തെല്ലാമോ കേസുകൾ കൊടുക്കുന്നു. ഗവൺമെൻറ്റും അതിനനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ പിന്നെ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള സ്ഥിതി വിശേഷമാണ് ഇന്ന് കേരളത്തിൽ നാം കാണുന്നത്. ഇത് സാത്താന്യ ശക്തിയാണെന്ന് ഞാൻ ഉറപ്പായി ദൈവവചനത്തിലൂടെ പറയുന്നു. ഈ കൈക്കൂലി വാങ്ങുന്ന ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഈ കൈക്കൂലി വാങ്ങുന്ന മിക്കവാറും 90% പേരും അവരതുകൊണ്ട് ചെന്ന് സമ്പാദിക്കുകയല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ചെന്ന് മദ്യപിക്കുകയാണ് ചെയ്യുന്നത്. 90% പേരും അവർ ഈ കൈക്കൂലി വാങ്ങുന്ന ഒരാൾ, ഒരു 10% പേര് പിന്നെ സമ്പാദിക്കുന്നു. അത് കുറേ കഴിയുമ്പോൾ അവിടെ രോഗങ്ങളും ദുരിതങ്ങളും മറ്റുമൊക്കെ വന്ന് അവർ വളരെ ക്ഷീണിതരായി പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അല്ലാത്തവരെല്ലാം സമ്പാദിക്കുന്നില്ല. അവർ കൊണ്ടുവന്ന് മദ്യപാനത്തിന് വേണ്ടി ചിലവാക്കുന്നു. കൂട്ടുകാർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി തന്നെ മദ്യം, ഏറ്റവും കൂടുതൽ മുന്തിയ തരം മദ്യങ്ങൾ വാങ്ങിച്ച് അവർ സേവിക്കുന്നത്. അങ്ങനെ ആ പണം അടിച്ചില്ലാതെയാക്കുന്നതുമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ മദ്യപിക്കുന്ന പൈസ ഒരു ഭാഗം പാവപ്പെട്ട ആളുകൾക്ക് മറ്റും കൊടുത്തിരുന്നെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. രോഗികളായി കിടക്കുന്നവർ മെഡിക്കൽ കോളേജുകളിൽ, ആശുപത്രികളിൽ കിടക്കുന്ന ആളുകൾക്ക് കൊടുത്ത് സുഖം കാണുന്ന ആളുകളുമുണ്ട്. ഒരു ഭാഗം ആളുകൾ അവർ സമ്പാദിക്കുന്ന രൂപ അതുകൊണ്ട് ചെന്ന് ദരിദ്രരെ സഹായിക്കുന്നവരെ ദൈവം സഹായിക്കും. ഇത് സാത്താന്യമായ കെണികളിൽ പെട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ യേശുവിനെ സാത്താൻ കണ്ടപ്പോൾ സാത്താനെ തിരിച്ചറിയാമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ ജീവിതത്തിൽ യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കാൻ തയ്യാറല്ല.
കർത്താവേ, നീ സമയത്തിന് മുമ്പ് എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ എന്ന് അത് ചോദിക്കുന്നു. അപ്പോൾ യേശു രണ്ടാമതും വരുമെന്നൊക്കെ ഉള്ള അറിവ് ആ പൈശാചിക ബാധ ഉള്ള മനുഷ്യന് അറിയാം. പക്ഷേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ ആ മനുഷ്യന്, അങ്ങനെയുള്ള പിശാച് ബാധിച്ച മനുഷ്യർക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അവർക്ക് ആലയത്തിൽ പോകണമെന്നോ വചനം വായിക്കണമെന്നോ ഒരു ചിന്ത ഒരിക്കലും ഉണ്ടാകുവാൻ സാത്താൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ വിധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, സാത്താനാണ്, പിശാചാണ്, പഴയ പാമ്പാണ്, ഏതേൻ തോട്ടത്തിൽ കടന്ന സാത്താന്യ ശക്തിയാണ് ഈ വ്യക്തിയെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒന്ന്, അത് കല്ലറകളിൽ ഒക്കെ വാസം ചെയ്യും. എവിടെ വേണമെങ്കിലും കിടന്ന് അരുതാത്ത സ്ഥലത്ത് എവിടെയായാലും കടന്നു ചെല്ലുവാനും ഉറങ്ങുവാനും ഇടയായിത്തീരും. രണ്ടാമത്, അതിന് അമിത ബലം, അതായത് ആരെയും എന്തും ചെയ്യാനുള്ളതായ ധൈര്യവും ബലവും അതിനുണ്ടാകുന്നു. മൂന്നാമത്, ആരെയും അനുസരിക്കുകയില്ല, എല്ലാവരും താൻ പറയുന്നത് കേൾക്കണം എന്നുള്ള ആ വാശിയും വൈരാഗ്യവും അതിനുണ്ടാകുന്നു. നാലാമത്, ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. സ്വയം ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ കല്ലെടുത്ത് ചതയ്ക്കാനോ അല്ലെങ്കിൽ ഞാൻ ചാവട്ടെന്ന് പറയുവാനോ ഒന്നും ഈ കൂട്ടർക്ക് പ്രയാസമില്ല. അതൊരു പിശാചിൻ്റെ ശക്തിയാണ് ഞാൻ മരിക്കട്ടെ ചാവട്ടെ എന്നൊക്കെ പറയുന്നത്. അഞ്ചാമത്, അല്പവസ്ത്രധാരികളായിത്തീരുന്നു. വസ്ത്രം ധരിക്കുന്നവർക്ക് ഇഷ്ടമില്ല. യേശുവിനെ മുഴുവനായി അംഗീകരിക്കുവാനും ഇങ്ങനെയുള്ളവർക്ക് കഴിയുന്നില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ സാത്താനെ തിരിച്ചറിയുക, അവൻ്റെ കെണിയിൽ ചെന്നകപ്പെടാതിരിക്കുക. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരായാലും അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും ദൈവമേ അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകുവാനും അവരെ ക്രിസ്തുവിൽ ആശ്രയം ജീവിക്കുവാനും ദൈവമേ സ്വയം ആത്മഹത്യ ചെയ്യുവാനോ മറ്റുള്ളവർക്ക് കൊല്ലുവാനോ മനസ്സുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവം ശരിയായ മനസ്സും ബോധവും സുബോധവും നൽകിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനായ സാത്താൻ എങ്ങനെയും മനുഷ്യനെ ചതിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ചതിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, തിരുനാമത്തെ ഉയർത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം അവസരം തരുമാറാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം.